ഹലോ, ഞാനിപ്പോൾ ദാ ശ്രീവളയനാട് കാവിൽ ഉത്സവമാണ്. എല്ലാവർക്കും അറിയോ, ഗോവിന്ദനം ശ്രീവളയനാട് ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ പോയി. ഇന്ന് പള്ളിവേട്ടയാണ്, പക്ഷേ പള്ളിവേട്ടയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഈവനിങ് ശീവേലിയൊക്കെ കണ്ടിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും വേഷം കെട്ടി കണ്ണൊക്കെ എഴുതിയതല്ലേ, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്നറിയോ, ആദ്യം എന്നോട് ഞാൻ ഇട്ട മാല എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. നിങ്ങൾക്കറിയോ, കോഴിക്കോടുള്ളവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. SM സ്ട്രീറ്റിൽ മിനാർ പറഞ്ഞിട്ടൊരു ഒരു 1 ഗ്രാം ഗോൾഡിൻ്റെ ഒരു ഷോപ്പുണ്ട്. കുറേ കാലങ്ങളായിട്ടുള്ള ആൾക്കാരാട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. ഞാനും സൗമ്യ, അബി, എൻ്റെ ഫ്രണ്ട്സില്ലേ, അവരെല്ലാവരും അവിടെ പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. നല്ല സാധനമാണ്. അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് അവർ ഇനിയിപ്പോൾ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കളറൊക്കെ ചെയ്തു തരും. അതായത് അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് മാലകളും കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തരാമെന്ന്. എനിക്ക് തോന്നുന്നു സൗമ്യേൻ്റെ അടുത്തൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ സൗമ്യേൻ്റെ വീട്ടിൽ പോയിട്ട് ആ കളക്ഷൻസൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. മിനാറിലെ കളക്ഷൻ, മിനാർ ഫാഷൻ്റെ കളക്ഷൻ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും അവർ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ കുറച്ച് സുന്ദരി മാലകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അവിടുന്ന് വാങ്ങിയത് മാലകളല്ല, കുറച്ച് കമ്മലൊക്കെ ഡിസ്കൗണ്ട് സെയിൽ സമയത്ത് ഞാൻ വാങ്ങിച്ചാണ്. വില കുറഞ്ഞ സാധനങ്ങളുണ്ട്, നല്ല വിലേൻ്റെ നല്ല സുന്ദരിയായിട്ടുള്ള എന്താ പറയുക, നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്, നല്ല രസമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കാണാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പം ഞാൻ ഈ ഒരു മാല ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. ഇത് കണ്ടോ, ഇതൊന്നും അത്ര വിലേൻ്റെ മാലയല്ല. എനിക്ക് തോന്നുന്നു ഒരു 350 അങ്ങനെ എന്തോ ആണോ, 400 അങ്ങനെ എന്തോ ഇതിലാണ് ഞാൻ ഇതും ഈ മാലയും ഇങ്ങനെ കിട്ടുന്ന മാലയും അതിൻ്റെ ഒരു കമ്മലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. രസമുണ്ടോ? വാങ്ങില്ലേ? ഈ മാല ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിട്ടിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മിനാറിൻ്റെ പേര് പറയണമല്ലോ, അങ്ങനെയല്ലേ. പിന്നെ അതേമാതിരി ഈ വള, ഇത് മിനാർ ഫാഷനാണ്. അതേമാതിരി പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഞാൻ ദിവ്യ ചേച്ചിയും കൂടെ പോയപ്പോൾ അവിടെ എന്തൊക്കെയോ ഡിസ്കൗണ്ട് സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ച സാധനമാണ്. ഇത് കണ്ടോ, 199 ആണ് ഈ കമ്മലിന്. ഒരു കമ്മൽ 199. ഇത് നല്ല എന്താ അറിയോ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ യൂസ് ചെയ്ത മീൻസ് ഇതിൻ്റെ സ്റ്റോണും ഇതൊക്കെ നല്ല. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഏത് രീതിയിലാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഈ പേളിനാണെങ്കിലും ഈ കല്ലിനാണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു സാധനം. ഞാൻ ഈ കമ്മൽ മേടിച്ചു. പിന്നെ എന്താ അറിയോ മേടിച്ചത്, പിന്നെ അതേമാതിരി ഈ ഒരു കമ്മൽ, ഇത് ഞാൻ കുറേ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടം വന്നിരുന്നേ. പക്ഷെ എന്നാലും ഭയങ്കര വെയിറ്റ് ആവും വിചാരിച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇതും കാണുന്നില്ലല്ലേ, 299 ഇതാണ് ഈ ഒരു. വേണ്ട, അത്ര വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റ് അല്ല ഇതിൻ്റെ ഗ്ലാസ്സിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലമായിട്ട് ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്. എനിക്കിങ്ങനെ ഡാൻസിനൊക്കെ ഇടാമല്ലോ, അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണത്. ഈ കമ്മൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ അതേപോലെ കാണിച്ചരേ, ഇതൊക്കെ ഒരു സുന്ദരി. ഇതിന് 49 രൂപയുള്ളൂ. ഇതും ഇപ്പം 49 രൂപയാണ്. പിന്നെ ഇത് ഇവിടെയൊക്കെ ചിലപ്പോൾ ഇതേമാതിരത്തെ സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും വേറെ എവിടെയെങ്കിലും. പക്ഷേ ഇതിൻ്റെ സ്റ്റോണും ഇതിൻ്റെ ഈ ഒരു ക്രിസ്റ്റൽ മാറുന്ന സാധനമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. മിനാർ ഫാഷനിൽ കേട്ടോ. ഇതൊരു പിങ്കാണ്, ലൈറ്റ് പിങ്ക്, ഒരു സുന്ദരി പിങ്ക്. നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ കാണണം, എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അതേമാതിരി തന്നെ ഞാൻ വേറൊരു കമ്മലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാഗിൽ എവിടെയും ഉണ്ട് അത്. പിന്നെ അതേമാതിരി തന്നെ ആ കമ്മൽ, ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കമ്മൽ. അതേമാതിരി തന്നെ ഇത് കണ്ടോ, ഇതും 49 രൂപ. ഒരു ക്രിസ്റ്റലാണ്, നല്ല സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സുന്ദരി. അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു മാല ഞാൻ കണ്ടു കുട്ടികളെ. അത് ഞാൻ കാണിക്കാൻ വെച്ചു. ഇതൊന്നും ഞാൻ മറ്റവരോട്, അബീനോട്, സൗമ്യനോടും ഇവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കണ്ടോ മാല. ഇതിന് എത്ര രൂപയാണെന്നറിയോ? ഇതിന് 49 രൂപ. ഈ മാലയ്ക്കും 49. ഇത് നോക്ക്, നമുക്ക് സാരിക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഈ മാല. നല്ലൊരു സാരിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എലഗൻറ്റ്. ഇത് കണ്ടോ എങ്ങനെയാണ് ഇതൊക്കെ. ഇങ്ങനെ ഇതിൽ ഫുള്ള് ഇങ്ങനെ ഇതായിട്ട്, ഇത് കണ്ടോ ഇങ്ങനൊരിത്. നല്ല ഒരു 49 രൂപയ്ക്കൊക്കെ ഈ മാല കിട്ടും, ഇങ്ങനത്തെ മാല. ഇതിൻ്റെ പേളും ഒക്കെ ഒരു അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇത് കണ്ടോ ഇങ്ങനത്തെ ഒരു മാല. ഇത് കണ്ടോ 49 രൂപയാണ് ഇതിന്, 49. ഇത് എനിക്കിഷ്ടപ്പെട്ടു ഈ മാല.
അവിടെ ഇനിയും ഇഷ്ടംമാതിരി മാലകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ നമ്മൾ വാങ്ങി 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 വരുമ്പോൾ വലിയൊരു കണ്ണ് നമുക്ക് ഏതാ എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷനാവും. അത്രയും നല്ല സാധനങ്ങൾ ഇപ്പം അവിടെ ഉണ്ട്, ഡിസ്കൗണ്ട് സെയിലാണ്. പിന്നെ അതേമാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതിനും 49 രൂപ. കാണിച്ചു തരാം, ഒരു മാല നല്ല ക്രിസ്റ്റൽ, അതിൻ്റെ ഇത് ക്രിസ്റ്റലൊക്കെ നല്ല സുന്ദരി. ഇത് കണ്ടോ, വലിയ മാല, വലിയ മാല 49 റുപ്പീസ്. അതിൻ്റെ നല്ല സുന്ദരി ക്രിസ്റ്റലാണ്, ഭയങ്കര തിളക്കമുണ്ട് ഇതിന്, ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ അല്ലേ നല്ല ഭംഗിയിൽ രണ്ട് ചൊറയിലോ 3 ചൊറയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാരിക്കൊക്കെ ഇട്ടാൽ പൊളി ലുക്കായിരിക്കും. നല്ല ബ്ലാക്ക് സാരിക്കോ ഏതെങ്കിലും നല്ല സാരികൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് പൊട്ടുമോ, നല്ല ഭംഗി പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. നല്ല ഭംഗിയുണ്ടാവും ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഇതിങ്ങനെ കുറേ 3 ചൊറയിലിട്ട് കഴിഞ്ഞാൽ കണ്ടോ, നല്ല ഗ്ലേസിങ്, നല്ല തിളക്കമുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 49 രൂപയ്ക്ക് നല്ലതല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും 49 രൂപയ്ക്ക്. ഒരുപാട് നെക്ലസ് ചെയിനുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ടൈപ്പ് ചെയിനുകളുണ്ട്. നമുക്ക് എടുത്താൽ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല സുന്ദരി 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 സുന്ദരി. പിന്നെ അല്ലേ, ഞാൻ ഇതൊക്കെ മിനാറിന്ന് വാങ്ങിച്ചതാണ്. ഒക്കെ എനിക്ക് പക്ഷേ ഡാൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വാങ്ങിച്ചത്. ഈ ഒരു ബാങ്കിള്, ഇതൊക്കെ വില ഉണ്ട്, അത്യാവശ്യം വില ഉണ്ട്. എന്നാലും അത് ഡിസ്കൗണ്ട് സെയിലാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്, എൻ്റെ ഭഗവാൻ എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. ഇത് എത്ര രൂപയ്ക്കാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇതൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. അതെനിക്ക് ഗോൾഡൻ ഇങ്ങനത്തെ വള ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു വിലയാ സ്വർണ്ണത്തിന്, ഇങ്ങനെ ഇട്ട് പോയാൽ പോരെ? ആരാപ്പമ്പളോട് ചോദിക്കുക, 64,000 എന്തോ ആയില്ലേ. ഇതൊക്കെ പണിക്കൂലിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കരമാവും. എനിക്ക് ഇങ്ങനത്തെ ഈടുവളകൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ സുന്ദരി ഈടുവളകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു. ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല, പിന്നെ ഇതൊന്നും ആരും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇങ്ങനെ സുന്ദരികളെ വാങ്ങുക, യൂസ് ചെയ്യുക. അത് സ്വർണം തന്നെ വേണമെന്നൊന്നും ആരും പറയില്ല. ഇനിയിപ്പോൾ എനിക്കത് പ്രശ്നമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോകുന്നുള്ളവർ മിനാർ നല്ലൊരു ചോയ്സാണ് പോകേണ്ടവർക്ക്. പിന്നെ അതേമാതിരി ഇത് കണ്ടോ, ഒരു ഘടകവള. ഇതിൻ്റെയൊക്കെ പെയറായിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ ഇത് ഇടുന്നത്. ഇത് 350 അങ്ങനെ എന്തോ ആണ് ഈ ഇതിന്. ഇങ്ങനെ ഈ 2 ഇതും കൂടെ ഒക്കെ കൂടെ ഒരു 350. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സുന്ദരി വളയാണിതും. ഒരു സെറ്റായിട്ടാട്ടോ ഇത് കിട്ടിയത്. പിന്നെ ഇതും അതിൻ്റെ കൂടെ അങ്ങനെ വാങ്ങിച്ചിരുന്നു, ബ്ലാക്ക് സ്റ്റോണിൻ്റെ. അപ്പോൾ ഇതൊന്നും അല്ല, അബീൻ്റെ അടുത്തൊക്കെ അല്ല, സൗമ്യേൻ്റെ അടുത്തും അബീൻ്റെ അടുത്തൊക്കെ ഉള്ള കളക്ഷൻ കണ്ടാൽ നിങ്ങൾ ബോധം കിടും. കുറേ ഉണ്ട് അവരുടെ അടുത്തൊക്കെ നല്ല സുന്ദരി 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 സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ ഇത്ര സാധനങ്ങൾ, ഈ കമ്മൽ അവിടെ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇതും ഈ മാല. എന്താ മതി, ഇപ്പം വരാം. വരണോ. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങി, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ഏതായാലും വേഷം കെട്ടിയപ്പോൾ പിന്നെ ഞാൻ അത് കാണിച്ചു തരാൻ വിചാരിച്ചു. രാത്രിയാണ് കേട്ടോ, സമയമൊക്കെ പകലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോ അത്ര ക്വാളിറ്റി ഒന്നും പൊതുവേ ഇല്ല, അല്ലെങ്കിലും അപ്പോൾ ഒന്നും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മിനാറിൽ പോയി നോക്കും, കുറേ സെലക്ഷൻ, നല്ല നല്ല സുന്ദരി മാലകളുണ്ട്, നല്ല വിലേണ്ടതും ഉണ്ട് കേട്ടോ. ഞാൻ ഡിസ്കൗണ്ട് സെയിൽ വരുമ്പോൾ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സുന്ദരികളെ അത്ര വിലയില്ലാതെ കിട്ടും ചെയ്യും. ഇതൊന്നും കളർ പോകുന്ന എത്ര കാലം വേണമെങ്കിലും. ഞാൻ ഈ പറഞ്ഞ ഈളുവള എന്നൊക്കെ പറഞ്ഞല്ലേ, അത് എത്ര ആയിന്നറിയോ വാങ്ങിയിട്ട്, ഇതുവരെ അതിൻ്റെ കളറൊന്നും പോയിട്ടേ ഇല്ല. ഞാനത് എന്താ പറയുക, വെള്ളം വരെ ആക്കി, മീൻസ് കൈയൊക്കെ കഴിയുമ്പോൾ വെള്ളം പോലും ആയിട്ടുണ്ട്, എന്നിട്ട് പോലും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ നല്ലൊരു സെലക്ഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ കാവിലൊക്കെ പോയി വന്നപ്പോൾ, നിങ്ങളെല്ലാവരും ഇന്ന് പള്ളിവേട്ടയാണ്, അടിപൊളി ഇതായിരിക്കും. പക്ഷേ രാജോടിന് എന്നെ കൂട്ടാൻ വരാൻ പറ്റൂല പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയില്ല. അവിടെ എല്ലാവരും ഉണ്ട്, എൻ്റെ കസിൻസ് കംപ്ലീറ്റ് എല്ലാവരും, ഗോവിന്ദപുരം ഭാഗത്തുള്ള എൻ്റെ എല്ലാ കുടുംബക്കാരും അവിടെ ഉണ്ട്. 3 ആനകളുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരൊറ്റ വ്ളോഗാക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇതിന് മുന്നേ ഞാനും സൗമ്യയും കൂടെ കാവിലൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതും ഈ വീഡിയോസും എല്ലാവരും കൂടെ ഒന്നാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ബൈ.